ഇന്ന് നമ്മൾ പോക്കറ്റ് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോണത്. നല്ല ടേസ്റ്റാണ്. ഇത് കഴിക്കാനായിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇതിന് നമ്മൾ ചിക്കൻ വെച്ചിട്ടാണ് ഫില്ലിങ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിങ്സ് എല്ലാം ഇതിന് ചെയ്യാവുന്നതാണ്. എഗ്ഗ് വെച്ചിട്ടോ അതുപോലെ തന്നെ ബീഫ് വെച്ചിട്ടോ ഇനി വെജ് വെച്ചിട്ടും ചെയ്തെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് സിമ്പിളായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തതെന്ന് നോക്കാം. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് ആദ്യം ഇതിലേക്ക് വേണ്ട ഡോ തയ്യാറാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു ബൗളിലേക്ക് നമ്മൾ 250 ml മെഷറിംഗ് കപ്പിന് 2 കപ്പ് അളവിൽ മൈദാപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ അടുത്തതായിട്ട് വേണ്ടത് തൈരാണ്. നല്ല പുളിയുള്ള തൈരാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതൊരു 3 ടേബിൾ സ്പൂൺ ആണ് ചേർക്കുന്നത്. ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടേബിൾ സ്പൂൺ ആണെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ മതിയാവും. ഇനി ടീസ്പൂൺ ആണ് എടുക്കുന്നത് എങ്കിൽ ഒരു 1.5 ടീസ്പൂൺ അളവിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർക്കുക. ശേഷം ഇതിലേക്ക് ചൂടുള്ള പാല് ചേർത്ത് കൊടുക്കാം. ചൂടുള്ള പാല് എന്ന് പറയുമ്പോൾ ഒരുപാട് ചൂട് വേണ്ട. ഏറ്റവും ചെറിയ ചൂടിലുള്ള പാൽ ഒരു 3/4 കപ്പോളമാണ് നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അത് ഫുള്ളായിട്ട് ഇത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. സാധാരണ ചപ്പാത്തിക്കെല്ലാം മാവ് കുഴച്ചെടുക്കുന്നത് പോലെ നന്നായിട്ട് നല്ല സോഫ്റ്റായി കിട്ടുന്നത് വരെ ഒന്ന് കുഴച്ചെടുക്കുക. പാല് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ പാലിന് പകരമായിട്ട് നിങ്ങൾ ചെറിയ ചൂടിലുള്ള വെള്ളം ചേർത്ത് കൊടുത്താലും മതി. ശേഷം ഇതുപോലെ നന്നായിട്ട് കയ്യിൽ വെച്ചിട്ടൊന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ടും ഒരല്പം സൺഫ്ലവർ ഓയിൽ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് വെച്ചൊരു 25 മിനിറ്റ് നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുകയാണ്. ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് സ്റ്റൗവിൽ ഇതുപോലെ ഒരു പാൻ വെച്ചിട്ട് ഒരു 1-2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള 2 സവോള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ നമ്മൾ ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു 100 ഗ്രാം ബോൺലെസ് ചിക്കൻ ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് രണ്ടും ഒരുമിച്ച് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ 1 ടീസ്പൂൺ ആണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും 3/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്ത് ചെറുതായിട്ട് കളറെല്ലാം മാറി വരുന്ന സമയത്ത് അവസാനമായിട്ട് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ചിക്കൻ മസാലയോ അല്ലെങ്കിൽ മീറ്റ് മസാലയോ ചേർക്കാം. അതുപോലെ തന്നെ നല്ലൊരു കളറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി റെഡ് ചില്ലി പൗഡറും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഏകദേശം ഒരു 5 മിനിറ്റോളം നന്നായിട്ടൊന്ന് കുക്കായി വരുന്ന സമയത്ത് ഉടനെ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോഴേക്കും നമ്മൾ നേരത്തെ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഡോ നന്നായിട്ട് സോഫ്റ്റായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇതിൽ എയറൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഒരുപാട് സമയമൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് നമുക്കിത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഉരുട്ടിയിട്ടെടുക്കാം. ശേഷം ഇത് ഈക്വൽ വലിപ്പത്തിലുള്ള ഒരു 10 പീസായിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ചപ്പാത്തി പലകയിലോ അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിലോ ഒരല്പം മൈദാപ്പൊടി ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ഉരുട്ടി വെച്ചിട്ടുള്ള അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ നീളത്തിലൊന്ന് ഉരുട്ടിയിട്ടെടുക്കുക. ശേഷം ചപ്പാത്തി പലകയിൽ വെച്ചിട്ട് ഇതുപോലെ നീളത്തിൽ നമ്മളൊന്ന് പരത്തിയെടുക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, വീതിയിലല്ല, ഇത്രയും നീളത്തിൽ വേണം, നല്ല തിന്നായിട്ട് നീളത്തിൽ വേണം പരത്തിയെടുക്കാനായിട്ട്. എന്നിട്ട് ഇത് നമ്മൾ ഒരു 2-3 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുകയാണ്. ഈ സമയം ഫുള്ളായിട്ട് പരത്തി വയ്ക്കുക. ഒരു 3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ആക്കി എടുക്കാനായിട്ട് സ്റ്റൗവിലൊരു പാൻ വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. സൺഫ്ലവർ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം മാത്രം നമ്മുടെ സ്നാക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത ഉടനെ തന്നെ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കുക. എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് ഇത് പെട്ടെന്ന് തന്നെ ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ തവി വെച്ചിട്ട് നമ്മൾ ഇതുപോലെ പ്രസ് ചെയ്തിട്ട് കുറച്ച് സമയം ഒന്ന് പിടിച്ച് നിൽക്കുന്നുണ്ട്. എന്നിട്ട് ചെറുതായിട്ട് കളർ മാറി വരുന്ന സമയത്ത് നമുക്കിത് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ ഇതിനകത്ത് ഫില്ല് ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് വെജിറ്റബിൾസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റൗവിലൊരു പാൻ വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ കുറച്ച് ക്യാരറ്റ്, നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ള ക്യാരറ്റും സവോളയും കൂടെ ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. ഒരുപാട് വേണ്ട, ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കുക. ആ സമയത്ത് കുറച്ച് ഉപ്പും കുരുമുളകും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് അതും കൂടെ നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാലയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പോക്കറ്റ് സാൻഡ്വിച്ച് ഇതുപോലെ സെൻട്രലായിട്ട് കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കുകയാണ്. ആദ്യം എല്ലാം തന്നെ ഇതുപോലെ കട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിനകത്ത് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് ഇതുപോലെ നിറച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഫില്ലിംഗ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്കിനി വെജ് ഫില്ലിങ്സോ അതുപോലെ തന്നെ എഗ് ഫില്ലിങ്സോ ചിക്കൻ ഫില്ലിങ്സോ ബീഫ് ഫില്ലിങ്സോ ഏത് വേണേലും നിറക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ടിഷ്ടമാകുന്ന ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള ന്യൂ റെസിപ്പീസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.